പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ CPM-നോട് വിട്ടുവീഴ്ച വേണ്ടെന്ന് CPI. പ്രതിപക്ഷ ഉപനേതാവ് പദവി പാർട്ടിക്ക് കിട്ടിയേ തീരൂ എന്ന സെക്രട്ടേറിയറ്റ് തീരുമാനം CPI CPM-നെ അറിയിക്കും. കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടി വന്നാൽ മാറ്റണമെന്ന് ബിനോയ് വിശ്വം. CPI നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ആ നിലപാട് ശരിയാണ്. ആ നിലപാട് LDF-ന്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആ നിലപാട് LDF-ന്റെ ഐക്യത്തിൻ്റെ ഭാഗമാണ്. ആ നിലപാട് രാഷ്ട്രീയ ഐക്യത്തിൻ്റെയും രാഷ്ട്രീയ മുന്നണിയുടെയും ഭാഗമാണ്. അതുകൊണ്ട് ആ നിലപാടിൽ മാറ്റം ഇല്ല. കീഴ്വഴക്കങ്ങളെല്ലാം മാറേണ്ടി വന്നാൽ മാറുമല്ലോ. അപ്പോൾ അങ്ങനൊരു CPI-ക്കും CPM-നും തമ്മിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വർക്കവുമില്ല. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI-എം. ആരുടെയും ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയം വയ്ക്കേണ്ടെന്നും തർക്കങ്ങൾ പരിഹരിക്കുമെന്നും MV ഗോവിന്ദ്. ആരുടെ ആത്മാഭിമാനവും ആർക്കും പണയം വെക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങളെല്ലാം. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് ചെയ്യും. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. അതൊക്കെ ആവശ്യമായ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിച്ച് പോവുകയല്ലേ സാധാരണ ചെയ്യുക. അതിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യം നമുക്ക് ഫലപ്രദമായിട്ട് പരിഹരിക്കാം. അല്ല, കീഴ്വഴക്കെന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ PS-ന്റെ കാലത്ത് ദീർഘകാലം ഉണ്ടായിരുന്നല്ലോ. PS പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിലെല്ലാം ഉപനേതാവായിട്ട് CPM തന്നെയാണ് ഉണ്ടായിരുന്നത്. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, CPI അതേ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. CPM ആവട്ടെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രതിപക്ഷ ഉപനേതാവായി CPM തന്നെയല്ലേ എന്ന് ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ CPI-ക്ക് വഴങ്ങേണ്ടി വരുമോ CPM നിലപാടിന് മുന്നിൽ? അരുൺ, സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ CPM-ഉം CPI-യും പരസ്യമായി ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് എത്തുകയാണ് പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം. ആദ്യഘട്ടത്തിൽ തന്നെ CPI-എം പരസ്യമായി പറഞ്ഞതാണ് അതൊരു കീഴ്വഴക്കമാണ്, CPI-എമ്മിന് അവകാശപ്പെട്ടതാണെന്ന്. പക്ഷേ ഒരു നിലയ്ക്കും പിറകോട്ട് പോകാൻ CPI തയ്യാറായില്ല. ഇന്നലെ CPI-എം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ട് കണ്ട് ഈ ആവശ്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ആ കാര്യം ഇന്നിപ്പോൾ ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ബിനോയ് വിശ്വം. പക്ഷെ ഒരു കാരണവശാലും കീഴടങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത്. ഒരു വല്യേട്ടൻ മനോഭാവം CPI-എമ്മിനുണ്ടെന്നും LDF-ലെ പ്രധാന കക്ഷി എന്ന നിലയിൽ CPI-എം തീരുമാനിക്കുന്നത് മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശനം ഇനി ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ കുറഞ്ഞിട്ടുള്ള ഒരു തീരുമാനത്തിനും തങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനമായും CPI മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യം CPI-എമ്മിനെ CPI അറിയിക്കുകയും ചെയ്യും. അരുൺ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.